വെറും 2-2.5 മീറ്റർ മാത്രം നീളമുള്ള മുസ്ലിം സ്ത്രീകൾ അവരുടെ തലമറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹിജാബ് ലോകത്തുള്ള സകല ഇസ്ലാമിക വിരോധികളെയും അലോസരപ്പെടുത്താൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. കാലാകാലങ്ങളായി അതവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ മുസ്ലിം വിദ്യാർത്ഥികൾ അവർ ഹിജാബ് ധരിച്ചു പോകുന്നുണ്ട്. അവർക്കാർക്കുമില്ലാത്ത പ്രശ്നമാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ മാനേജ്മെന്റിനും അതോടൊപ്പം അവിടെയുള്ള അധ്യാപികമാർക്കും. ഹിജാബ് ധരിച്ചെത്തിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള കുട്ടികളിൽ വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുന്ന കന്യാസ്ത്രീയും ധരിച്ചിരിക്കുന്നത് ശിരോവസ്ത്രമാണ്. ഞങ്ങൾ ധരിച്ചാൽ ബർമുട, നിങ്ങൾ ധരിച്ചാൽ വളി ട്രൗസർ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ധരിച്ചാൽ ഒരു കുഴപ്പവുമില്ല, നേരെ മറിച്ച് നിങ്ങൾ ധരിച്ചാൽ അതവിടെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു വെക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. തന്റെ മതത്തിൽ വിശ്വസിക്കാനും ആ മതവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാനും ആ വിശ്വാസങ്ങളിൽ ഉൾക്കൊണ്ട് ജീവിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു സ്ത്രീയുടെ അവകാശത്തെയാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. നിസ്സാരമായ ഒരു പ്രശ്നത്തെ അവിടെ ഭീതി ഉണ്ടാകുന്നു, അസ്വസ്ഥതയുണ്ടാകുന്നു എന്നുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്ത് അതിനെ വലിയ പ്രശ്നമുണ്ടാക്കി അവിടെ സംഘികളുടെയും ക്രിസംഘികളുടെയും പിന്തുണ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലെ അധ്യാപികമാർ ശ്രമിക്കുന്നത് എങ്കിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കാസടക്കമുള്ള ക്രിസംഘികളും സംഘികളും നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന ഈ പിന്തുണ അത് നിങ്ങൾക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. നേരെ മറിച്ച് മുസ്ലിമീങ്ങൾക്കെതിരെ ആരൊക്കെ വരുന്നുവോ അവർക്കെല്ലാം ഇത്തരം വർഗീയവാദികൾ പിന്തുണ കൊടുക്കാറുണ്ട്. കാര്യം കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെയും അവർ രംഗത്ത് വരുമെന്നുള്ള കാര്യം പ്രത്യേകം മറക്കരുത്. ഛത്തീസ്ഗഡിൽ 2 മലയാളികളായ കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചത് നിങ്ങൾക്കിപ്പോഴും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അന്ന് നിങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി അന്ന് ശബ്ദിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രതികരിക്കാൻ ആദ്യം മുൻപന്തിയിലുണ്ടാവുക നിങ്ങൾ ഈ പറയുന്ന അസ്വസ്ഥതയുണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികളായിരിക്കും.